ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാം. അപ്പോൾ സാരിയാണ് നമ്മുടെ കോസ്റ്റ്യൂം. അപ്പോൾ സാരി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് സേഫ്റ്റി പിന്ന് കാണില്ല, അല്ലെങ്കിൽ അവിടെ ഒക്കെ ഇരിക്കണം കാണാം. അത്യാവശ്യ സമയത്ത് ഒരെണ്ണം പോലും കാണില്ല. അപ്പോൾ നമ്മുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈൽ നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് ഒരേ സെയിം ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ചാലക്കുടിയിലെത്തി. ചാലക്കുടിയിൽ അച്ഛനും അമ്മയും ജാസ്മിനും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ റെഡി ആയി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കല്യാണ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ഞങ്ങൾ ഇത്തിരി നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ താലൊക്കെ എടുത്തിട്ട് ഇനി ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ചെക്കനെ കൊണ്ട് സ്റ്റേജിലേക്ക് ഇരുത്തിയതിന് ശേഷമാണ് പെണ്ണിനെ സ്വീകരിച്ചത്. അപ്പോൾ പെണ്ണിൻ്റെ ദച്ചും ധ്രുവിയൊക്കെ താലെടുത്തിരുന്നു. നേരത്തെ എത്തിയാണ്ട് അവർക്കൊക്കെ താലെടുക്കാൻ പറ്റി. അത് ഇനി നമ്മുടെ പെണ്ണിൻ്റെ എൻട്രിയാണ്. അപ്പോൾ പെണ്ണിൻ്റെ ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ടാണ് പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റണത്. അപ്പോൾ പെണ്ണിൻ്റെ സാരിയും ഹെയർ സ്റ്റൈലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നു. പിന്നെ ആലുവയിലായിരുന്നു കല്യാണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ ഇവിടുത്തെ കല്യാണം ജസ്റ്റ് ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ കെട്ട്, അത് കഴിഞ്ഞ് വേഗം ഭക്ഷണം കൊടുക്കും, അങ്ങനത്തെ ഒരു രീതിയാണ് ഹിന്ദു കല്യാണങ്ങൾ. പക്ഷേ ഇവിടുത്തെ ഇത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ചധികം നേരം പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന വിത്ത് അതിൻ്റെ കൂടെ മ്യൂസിക്കും, അങ്ങനെ കുറച്ചധികം നേരം പ്രാർത്ഥനയ്ക്ക് ആയിട്ടാണ് ഇതായിരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കല്യാണം ഫുള്ളായിട്ട് കാണുന്നതായിരിക്കും. നമ്മൾ നേരം വൈകിട്ടൊക്കെയുള്ള ചെല്ലോ, കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാണാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, കെട്ടൊക്കെ കഴിഞ്ഞു. ചെക്കനും പെണ്ണും എല്ലാവരും അനുഗ്രഹമൊക്കെ ചോദിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്നിട്ടാ സദ്യ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു, കാരണം നമുക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണമല്ലോ. അപ്പോൾ അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് പരിപ്പും നെയ്യ് ഒഴിച്ചിട്ട്, നമ്മുടെ അവിടെ അങ്ങനെയില്ല, ഇവിടെ പരിപ്പും നെയ്യ് ഒഴിച്ചിട്ടുള്ള ഒരു ചോറും അങ്ങനെ പിന്നെ സാമ്പാർ അങ്ങനെയായിരുന്നു. നല്ല അടിപൊളി സദ്യക്കായിരുന്നു. 2 തരം പായസം. സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.